തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. മര്യാദയ്ക്ക് വായ അടച്ചു വെച്ചില്ലെങ്കിൽ ആദ്യത്തെ അടി വീഴുന്ന അളിയനായിരിക്കും. എന്നാ പിന്നെ ഞാൻ മിണ്ടുന്നില്ല. അളിയൻ പറഞ്ഞ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇന്ദ്രജയെ അനുസരിച്ചോ അനുസരിച്ചോ. നന്ദിനി, ആ കാലെടുത്ത് വെള്ളത്തിലേക്ക് വെക്കേ. വെക്കാല്ലോ പറഞ്ഞ. എന്താ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇരിക്കവിടെ, ഇരിക്കാൻ. അങ്ങനെ എന്നിട്ടേ എങ്ങനെയാ പെഡിക്യൂർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നന്ദനിക്കൊന്ന് കാണിച്ചു കൊടുത്തേ. അയ്യോ സർ, വേണ്ട സർ, ഞാൻ പറയുന്ന കേക്ക്. നന്ദിനി, ഇത് ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ല. ഇവര് തുടങ്ങി വെച്ചത് ഞാനായിട്ട് ഫിനിഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അയ്യോ ചേച്ചിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നന്ദിനിയുടെ കാല് വരച്ച് വൃത്തിയാക്കാനാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞതങ്ങ് ചെയ്യ്. എന്റെ ഭാര്യയെ കൊണ്ട് ചേച്ചിക്ക് അത് ചെയ്യിപ്പിക്കാമെങ്കിൽ ചേച്ചിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട്. ഞാൻ 3 വരെ എണ്ണുവേ. അതിനുള്ളിൽ പണി തുടങ്ങിയില്ലെങ്കിൽ ആദ്യത്തെ അടി വീഴും. അത് ഏത് ലെവലിലായിരിക്കും പറയാൻ പറ്റില്ല. 1 2 ഇന്ദ്രജയ വാങ്ങ് 3. പതിയെ 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 നോവരുത്. സോഫ്റ്റ് ആയിട്ട് മെല്ലെ. അതെ, എന്റെ ഭാര്യയുടെ കാല് വേദനിക്കുന്നത് ഞാൻ സഹിക്കില്ല. പിന്നെ ചിലപ്പോ ഈ ജന്മം ചേച്ചിക്ക് വേദന മാറുകയില്ല. ഞാനങ്ങ് കേറി സ്നേഹിക്കുവേ. വേണ്ട സാർ, ചെയ്യിക്കണ്ട. അടങ്ങിയിരിക്കവിടെ. ഇനി മുതൽ ഒരാൾ അഹങ്കരിച്ച അതിനുള്ള ശിക്ഷ ആ നിമിഷം തന്നെ കിട്ടിയിരിക്കും. മനസ്സിലായ? ചെയ്യങ്ങോട്ട് പെട്ടെന്ന്. അയ്യോ, എങ്ങോട്ടാളിയാ? എന്നെ കൊണ്ട് കണ്ടിരിക്കാനാവില്ല അളിയ. എന്നാ അളിയൻ പിന്നെ എന്താന്ന് വെച്ചാ ചെയ്യും. കണ്ടു നിൽക്കാൻ പറ്റില്ല. പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രതികരണം കൂടെ താങ്ങാൻ പറ്റണം. മനസ്സിലായ? പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് ചെയ്യേ. അങ്ങനെ അങ്ങനെ
ആന്റി എന്താ താഴെ എന്താണ് നടക്കുന്നതെന്നറിയോ? ഇന്ദ്രജ അവിടെ ഇന്ന് പൊട്ടിക്കറിയ. എന്തു പറ്റി അവൾക്ക്? സൂര്യയുടെ ഉപദ്രവം തന്നെ. സൂര്യ ഇന്ദ്രജയെ കൊണ്ട് എന്താ ചെയ്യിച്ചെന്നറിയോ? നീ പെട്ടെന്ന് പറയേ. ഇന്ദ്രജയെ കൊണ്ട് നന്ദിനിയുടെ കാല് കഴിയിച്ചു. വേലക്കാരിക്ക് പെഡിക്യൂർ. അത് ഇന്ദ്രജ ചെയ്തേ പറ്റുമെന്ന് ഇന്ദ്രജയെ ഭീഷണിപ്പെടുത്തി. എന്തെങ്കിലും കാരണമുണ്ടോ അതിന്? കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കാരണം. അതെന്താ? ആന്റി, ഇന്ദ്രജയ്ക്ക് പെഡിക്യൂർ ചെയ്യണം. ഏതെങ്കിലും നല്ല ബ്യൂട്ടി പാർലറിൽ പോയാ പോരെ എന്ന് ഞാൻ ചോദിച്ചതാ. അപ്പോ അത് വേണ്ട, നന്ദിനി തന്നെ ചെയ്താ മതിയെന്ന് ഇന്ദ്രജയ്ക്ക് വാശി. അപ്പൊ എന്താ സംഗതി? അന്ന് പൂജയ്ക്ക് നന്ദിനിയുടെ കാല് കഴിയുന്നതിന്റെ ക്ഷീണം മാറ്റാൻ. പക്ഷേ കാല് കഴി തുടങ്ങിയപ്പോഴേക്കും സൂര്യ വന്നു. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. നന്ദിനിയെ പിടിച്ച് സോഫയിൽ ഇരുത്തിയിട്ട് ഇന്ദ്രജയോട് അവളുടെ കാല് കഴി വൃത്തിയാക്കാൻ പറഞ്ഞു. എന്റെ ആന്റി, ഇന്ദ്രജയുടെ ആ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഇന്ദ്രജയുടെ കാര്യം പറയണോ? ഭീഷണി എന്ന് പറഞ്ഞാ പഴയതുപോലെ തല്ലും കൊല്ലും എന്നൊക്കെ തന്നെയാ. ഇതിനിടയ്ക്ക് അവളുടെ ഒരു ഇരിപ്പ് കാണണം. ആ നന്ദിനിയുടെ എല്ലാം കീഴടക്കിയ ഒരു മഹാറാണിയെ പോലെ ഇങ്ങനെ ചാരിയൊരു ഇരിപ്പ. ഭാഗ്യത്തിനാണ് ആന്റി ആ നേരത്തെ അങ്ങോട്ട് വരാതിരുന്നത്. അല്ലെങ്കിൽ ആന്റിയെ കൊണ്ടും സൂര്യ അത് ചെയ്യിപ്പിച്ചേനെ, അതുറപ്പ്. മമ്മി മമ്മി മമ്മി, ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കൂല. ഞാൻ വിജയ് ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇന്ദ്രജിത്ത്, താൻ എന്താ ഈ പറയുന്നത്? വേണ്ട വിജയ്, എനിക്കിനി അവളുടെ മുൻപിൽ നിൽക്കാൻ പറ്റില്ല. ഞാനെല്ലാം അവസാനിപ്പിച്ചു. അവളെ ഇനി നമുക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അമ്മയെ കൊണ്ടും പറ്റില്ല. പിന്നെ എന്ത് കാത്താ നമ്മൾ ഇവിടെ നിൽക്കുന്നേ? ഏതെങ്കിലും തെരുവില് ഏതെങ്കിലും കടത്തിണ്ണയുടെ മുൻപിൽ ചെന്ന് കിടന്നാലും ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കടത്തിണ്ണയോ? എന്റെ ഇന്ദ്രജയ പഴയതുപോലെ അല്ല. ഇപ്പൊ കടത്തിണ്ണയിൽ കിടക്കുന്നവരെ പോലീസുകാർ പൊക്കും. ഞാൻ എങ്ങനെയെങ്കിലും എടുത്തിയാടി ഓടും. തനിക്കെങ്ങനെ ഓടാൻ പറ്റുമോ? ഓടിയ തന്റെ സൗന്ദര്യം കുറയില്ലേ? അല്ല, ഞാൻ ഇന്ദ്രജയോട് സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നത് ആന്റി. നിന്നോട് ആരാ അവളോട് വാശി തീർക്കാൻ പറഞ്ഞേ? അപ്പൊ അതാണ് മമ്മി കണ്ടുപിടിച്ച കുറ്റല്ലേ? അല്ലാതെ അത് ചേച്ചി സൂര്യയോട് മമ്മിക്ക് ദേഷ്യമൊന്നുമില്ല, അവളോടുമില്ല. എടി, അവൾക്കെതിരെ ഒരു കാര്യം ചെയ്യുമ്പോ എന്നോട് അത് പറയണമെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്.